ഇത് തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരമാണ്. അത് കേരളത്തിലെ ആശാ വർക്കർമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അതിനെ രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇപ്പോ കൂലി കൂടുതൽ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യായമായ കൂലി ചോദിച്ചുകൊണ്ട് സമരം ചെയ്യാൻ വരുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരുടെ ജാതകം നോക്കുകയും അല്ല വേണ്ടുന്നത്. മറിച്ച് അവർ ഉന്നയിച്ചേക്കുന്ന ഡിമാൻഡുകൾ ശരിയാണോ എന്നാണ് പരിഗണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കുകയും അത് പരിഹരിക്കുകയും വേണം. ഇവിടെ എന്തിനാണ് 41 ദിവസമാവില്ലേ, 40 ദിവസം പിന്നീടല്ലേ സമരം? എന്താണ് നടപടി? ഞങ്ങൾ പിണറായി വിജയനെയും വീണ ജോർജിനെയും പറയുകയല്ല, ഞങ്ങൾ ഈ സർക്കാരിനോടാ പറയുന്നത്. ഇത് ഞങ്ങളുടെ കൂടെ സർക്കാരാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനോടാ ചോദിക്കുന്നത്, അല്ലാതെ മറ്റാരോടും അല്ലേ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ എവിടെ പോയി ചോദിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയൊക്കെ പേര് തർക്കം ഉന്നയിച്ചുകൊണ്ടിരുന്നാലും ശരി തന്നെ ഞങ്ങൾ അതിനകത്തേക്കൊന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ 232 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ ഇവിടെ വന്ന് സമരം ചെയ്യുന്ന സമയത്ത് തന്നെയാണല്ലോ ഇവിടെ PSC മെമ്പർമാർക്കും തോമസ് മാഷിനും ഒക്കെ വാരിക്കോരി കൊടുത്തത്. അതെന്തായിരുന്നു അതിന്റെ ന്യായം? ഇവിടെ ഹെലികോപ്റ്ററിന്റെ വാടക കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ ന്യായം? ഓടാതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നു, കാറ് വാങ്ങിക്കാൻ കോടികൾ നീക്കി വെക്കുന്നു. അപ്പൊ പ്രയോറിറ്റി മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട ആളുകൾ, തൊഴിലാളികൾ അവർ കൂലി കൂടുതൽ ചോദിച്ചു വന്നാൽ, ജീവിക്കാനുള്ള വരുമാനം ചോദിച്ചു വന്നാൽ അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക. ഇപ്പോഴും അതെന്നെ തുടരുകയാണ്. നിങ്ങളത് തുടരൂ. ഞാൻ പറയുന്നത് നിങ്ങളത് തുടരുക, അതാണ് നല്ലത്. ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകാൻ അത് കൂടുതൽ സഹായകരമാകും. അതുകൊണ്ട് നടക്കട്ടെ. തൊഴിലാളികൾ പണിയെടുത്താൽ അവർക്ക് കൂലി വാങ്ങാനും അറിയാം, അവർ കൂലി വാങ്ങിയിട്ട് ഇടന്ന് പോകുകയുള്ളൂ. അതാണ് തീരുമാനം. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഇങ്ങനെ പോയാൽ ഇതിന് ഇവിടെ ഒരു അവസാനം ഉണ്ടാകും. കാരണം ഇന്നിപ്പോൾ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഈ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്ത്രം. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഈ പറയുന്ന ആളുകൾക്ക് കാര്യം അറിയാം. പിന്നെ കുറച്ചേറെ ദിവസം ഒരേ കാര്യം തന്നെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയട്ടെ, അത് അവരുടെ ശീലമായിപ്പോയി. അതവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. യാഥാർത്ഥ്യം അതല്ലല്ലോ. നമ്മൾ സത്യത്തെ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും. അതിലെ എന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് അത് നടക്കട്ടെ, അവരുടെ പരിശ്രമങ്ങൾ നടക്കട്ടെ, വിജയിക്കട്ടെ. ഈ CITU ദേശവ്യാപകമായി കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം നടത്തുകയാണെന്ന്. അതെ, അതിന്റെ അടുത്ത ഇരട്ടത്താപ്പ്. ഞങ്ങൾ അഭിപ്രായമുള്ള ആളുകളാണ്. ഞങ്ങൾ എത്രയോ സമരങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയിരിക്കുന്നു. അപ്പോ CITU മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് 26,000, 28,000, 35,000 ചോദിക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ അവർ കേന്ദ്രത്തോടല്ല സംസ്ഥാനത്തോട് തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ചോദിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല. അതൊന്നും നമ്മൾക്ക് ഇരട്ടാനായിട്ടൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളു പറയാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.